പ്രൈസ് ദി ലോർഡ്. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായി തീരട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 19-ന്റെ 14-ാം വാക്യമാണ് സങ്കീർത്തനം. എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായി തീരട്ടെ. അപ്പം വായിലെ വാക്കുകൾ പ്രസാദമില്ലാതെ പറയുന്ന ഒരു വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവരോട് ദൈവാത്മാവിന് രാത്രികാലം സംസാരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവരോട് സംസാരിക്കുകയാണ്. എൻ്റെ വായിലെ വാക്കുകളും ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ മുളകത്തെ പാദം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുവാനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരം ഇല്ലാത്ത വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വായിലെ, നമ്മുടെ ധ്യാനത്തിങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിലെ, നമ്മുടെ സംസാരത്തിലെ ഒക്കെ കടന്നു വരാൻ ഉള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ഇപ്രകാരം പറയുന്നത്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് ഹൃദയത്തിൽ നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ പാവത്തെ കൊണ്ട് താലോലിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ആ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം എൻ്റെ ഹൃദയത്തിലെ വായിലെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ രക്ഷാപ്രവൃത്തിയോടുള്ള പ്രതികരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഹൃദയങ്ങളെയും വാക്കുകളെയും ജീവിതങ്ങളെയും പാപത്തിൽ നിന്ന് കാക്കുവാനും പ്രസാദകരമായ ഒരു ജീവിതം നമ്മുടെ ധ്യാനങ്ങളിൽ മനസ്സിലെ പ്രതിഫലനം ദൈവത്തിന് പ്രസാദകരമായി തീരണം. നമ്മുടെ ധ്യാനങ്ങളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ ജീവിത ശൈലിയും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ ഹൃദയത്തിലെ ആഗ്രഹം, ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ചിന്താഗതികളും ചിന്താ താല്പര്യങ്ങളും ഒക്കെയും എൻ്റെ വായിലെ ഹൃദയത്തിലെ ധ്യാനവും ആ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളോട് ദൈവാത്മാവ് പറയുന്നത് ശന്തലാദ്രി മനഘടകൽ പ്രൗഢലാതി കക്ഷക്കടകല. നമ്മുടെ ആത്മീയ പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പോരാടി ജയിക്കണം. പിശാചിനെ പോരാടി ഓരോ ദിവസം ജീവിക്കാനുള്ള കൃപ നമുക്ക് ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ